Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും എത്ര മുഖങ്ങളുണ്ട്, ഒറ്റ മുഖം. എത്ര സ്വഭാവങ്ങളുണ്ട്. അത് പലതരം. ഉദാഹരണത്തിന് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് മറ്റൊരു സ്വഭാവം, അങ്ങനെ മാറിക്കൊണ്ടിരുന്നാലോ? ഇത് കഷ്ടമാവും. നിങ്ങൾ മറ്റൊരാളായാലോ? ജോണി ജോപ്പനായാലോ? ആരാ? എന്നതാ? ഒന്നുമില്ല, സാർ തമാശ പറഞ്ഞതാ. നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത മുഖമേതാ? സാർ, കപടമുഖം. അതാർക്കും ഇഷ്ടമല്ല. നന്മ പറയുകയും തിന്മയിൽ ജീവിക്കുകയും ചെയ്യുക, അതാണ് കപടത. പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. കപടത ദൈവം സഹിക്കില്ല. അതിനാൽ നിങ്ങൾ എന്തു പറയുന്നോ അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ജോണി, എന്റെ മുഖത്തൊരു കപടത ലുക്കുണ്ടോടെ? ഒരു പപ്പടം ലുക്കുണ്ട്. എന്നെ കൊല്ല്. ജോണി തമാശിക്കുന്നു. ജോപ്പൻ നിഷ്കളങ്കനാ. കപടതയില്ലാതെ അവസാനം വരെ ജീവിക്കുവാനാ പാട്. ദൈവം അനുഗ്രഹിച്ചാൽ അതിന് കഴിയും. നാളെ എന്താ പരിപാടി? അവധിയല്ലേ? കപടത ഇല്ലാത്ത എന്തെങ്കിലും ഒരു പരിപാടി. നാളത്തെ കാര്യം നാളെ. ഓക്കെ ബ്രോസ്, നാളെ കാണാം. ഓക്കെ, ബൈ ബൈ. ഇതെന്തോന്ന് ജീവിയാ? നീ ഏതാടാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ ഏതിനമാ? എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ പൊടിക്കളം കൊമ്പൻ, ആനാന്ന് വിളിക്കുന്ന നാട്ടുകാർ. വലിയ ജീവിയാ. എടാ, നീ പൊട്ടനാണോടാ? ഒരാനയോടാണോ അഹങ്കാരം കാണിക്കുന്നത്? അതെ, ഒരുപാട് അഹങ്കാരം പാടില്ല കേട്ടാ. ആനയുടെ കാട്ടിലെ രാജാവുണ്ടല്ലോ, സിംഹം. സിംഹത്തിന് വരെ ബഹുമാനമാണ്. എന്നിട്ടാ നിനക്ക്? കൂയ്, പൊടിക്കളം അങ്കിൾ. ആരാ പൊട്ടൻ? കൂവേ, അത് യന്ത്ര. JCB, മണ്ണുമാന്തി യന്ത്രം. എനിക്കറിയാമായിരുന്നു. ചുമ്മാ ഡയലോഗ് അടിച്ചതല്ലേ. ആനയ്ക്ക് പകരം മനുഷ്യരുപയോഗിക്കുന്നതാ. ഓഹോ, ആനയ്ക്ക് തുല്യൻ, കേമൻ, ഭയങ്കരൻ, കള്ളൻ, മിടുക്കൻ. കീപ്പിറ്റം. ചേട്ടായി, ഡോണ്ട് വെറി, അത് പോട്ടെ. വാ, നമുക്ക് അരുവിക്കരയിലേക്ക് പോവാം. ഓക്കെ, ഞാൻ റെഡി. കഴിപ്പിൻ, തൃപ്തരാകും. ഇനിയും തരുവിൻ, കൂടുതൽ തൃപ്തരാകുവിൻ. പൊടിക്കളം അങ്കിൾ കാര്യം പറയുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, പറ. അത് പറയാം. അതെ, ഇന്നലെയും ഞാൻ നമ്മുടെ വലിയ പനയുടെ ചോട്ടിൽ ഓല തിന്നോണ്ടിരിക്കുകയായിരുന്നു. അന്നേരമല്ലേ നമ്മുടെ തൊട്ടപ്പുറത്ത് അത്ഭുതപ്പെടുത്തുന്നൊരു കാഴ്ച ഞാൻ കണ്ടത്. നമ്മളാരും വിചാരിക്കാത്ത ഒരാളുടെ ആത്മീയ പ്രഭാഷണം. നിങ്ങൾക്ക് പ്രണാമം. അടിസ്ഥാന ചോദ്യം, ആരാണ് ഞാൻ? വെറുമൊരു പൂച്ചയല്ല. ആളുകൾ
ഓടിച്ചു വിടുന്നൊരു പൂച്ചയല്ല. പരോപകാര പ്രവണം പ്രപഞ്ചം. അതാണ് ഞാൻ. എന്തൊരറിവ്! ഇതാണ് ശരിക്കുള്ള ഗുരു. ഇവനാ വട്ടുകേസല്ലേ? എലിയെ പേടിച്ച് മെന്റലായ പൂച്ച. ആയിരിക്കാം. ബട്ട് അവർക്ക് വെളിപാട് കിട്ടി. ഓരോരുത്തർക്കും മാറ്റം വരാൻ എന്തു നേരം വേണം? അത് ശരിയാ. സന്യാസിയാവണമെന്ന് എനിക്ക് തന്നെ എത്ര തവണ തോന്നിയിരിക്കുന്നു. ആട്ടെ, നമുക്കൊന്ന് പോയി ഉപദേശം കേട്ട് നോക്കിയാലോ? അത് നേരാ, നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഇനി ഞാനായിട്ട് മുടക്കുന്നില്ല. വീണ്ടും ഞാൻ ചോദിക്കുന്നു, സുഹൃത്തുക്കളെ, ആരാണു ഞാൻ? നിങ്ങളും ചിന്തിക്കണം. ചിന്തിക്കൂ. ആരാ നമ്മൾ? ഞാൻ ആരാ? അഹിംസ വ്രതമാക്കിയൊരു പ്യാപം പൂച്ച. ഒറ്റ എലിയെ പോലും ഞാൻ ഓടിച്ചിട്ട് പിടിച്ചിട്ടില്ല. ഇനി പിടിക്കുകയും ഇല്ല. അതാണു ഞാൻ. അതിനാൽ ഹിംസ വെടിയുവാൻ ഇനി ഉപദേശം നാളെ. എനിക്ക് എന്തോ ഒരു സംശയം. എവിടെയോ ഒരു വശപ്പിശക്. പിന്നെ കപടതയാണെങ്കിൽ നിലനിൽക്കില്ല. സമയമുണ്ടല്ലോ, കാലം തെളിയിക്കും. നമുക്ക് പോവാം. നമ്മളെ കണ്ടാൽ ഒരു ലുക്കുമില്ല. മെലിഞ്ഞെല്ലാം തോലുമായി. ഗിരിരാജനെ കാണണം. എന്തൊരു മസിൽസ്! എന്താ ഒരു വഴി ഒന്ന് മിനുങ്ങാൻ? വരുവിൻ, ചേരുവിൻ, മിനുങ്ങുവാൻ പരമൻസ് ജിം. ഉണക്കക്കോല് പോലുള്ള ശരീരം ചക്ക പോലെ ഉരുളും. പരമൻസ് ജിം നാടൻ കോഴികൾക്കും മറ്റ് മെലിഞ്ഞ പക്ഷികൾക്കുമായി പരമൻ കുറുക്കൻ തുടങ്ങുന്ന ഏക സ്ഥാപനം പരമൻസ് ജിം. നമ്മൾ കലക്കും. നാളെ തന്നെ പോകണം. എന്നിട്ട് നെഞ്ചും വിരിച്ചൊരു നടത്തുണ്ട്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, എന്ത് രസാ! ഒന്ന് കണ്ണടച്ചേ, നമ്മൾ ജിം ചെയ്യുന്നൊന്ന് ഓർത്തു നോക്ക്. നല്ലോണം ഉരുണ്ടുരുണ്ട് പോരട്ടെ മസില്. അപ്പൊ ചവയ്ക്കാൻ കാണാൻ നല്ല എടുപ്പായിരിക്കും. താങ്ക്സ് ചേട്ടാ. നോ മനുഷ്യൻ പ്ലീസ്. മസില് വന്ന് ലുക്കാകുമ്പോൾ എന്നെ മറക്കരുതേ. ഓർക്കുമ്പോ ഒരു തൂവലാഞ്ചം കൊള്ളുന്നു. എന്നിട്ട് ഇറച്ചിക്കോഴികളുടെ മുമ്പിൽ തെളിഞ്ഞൊരു നടത്തമുണ്ട്. അല്ല, അത് പോട്ടെ. ഇപ്പം നമുക്ക് എന്തെങ്കിലും അകത്താക്കാം. നന്നായി പഴുത്തത് മാത്രം മതി. അതെ, എനിക്ക് വേണമെങ്കിൽ കുലുക്കി പറിക്കാം. പക്ഷേ നമ്മൾ മാത്രമല്ലല്ലോ ഈ കാട്ടിൽ. എല്ലാവരും ഈ മാവിന്റെ അവകാശികളാ. പൊടിക്കുളങ്ങൾ, ഈ മനസ്സാണ് മനസ്സ്. പൂച്ച സന്യാസി പറഞ്ഞതുപോലെ പരോപകാര പ്രവണം എന്നല്ലേ? നമ്മുടെ കാട്ടില് എന്തൊരു മാറ്റം! പൂച്ച സന്യാസിയായി. അതെ, ഞാൻ പറയാൻ മറന്നു. നമ്മുടെ പരമൻ കുറുക്കൻ കോഴികൾക്ക് പുതിയ ജിമ്മ് തുടങ്ങിയത്. എല്ലാവരും ശത്രുക്കൾക്കായാണല്ലോ പരിപാടി തുടങ്ങുന്നത്. എന്തൊരു മാറ്റം! എനിക്ക് സംശയമുണ്ട്. അത് മാമ്പഴം കൂടുതൽ തട്ടിയേണ്ടിയാ. ഞാൻ വിട്ടേ. നീ ആരടാ? ഞാൻ തന്നെയാണ്. മസില് ശരിയായോടാ? അയ്യോ, എന്റെ അമ്മേ, ഇടിക്കല്ലേ, please. എന്താ പ്രശ്നം?
എനിക്കെന്തോ ഒരു വശപ്പശക്. സന്യാസിപ്പുച്ചയുടെ ശബ്ദമല്ലേ അത്? മറ്റൊന്ന് പരമം കുറുക്കന്റെയാ. കപടമുഖം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സംശയമുണ്ടെന്ന്. ഞാനത് കണ്ടുപിടിച്ചു. അമ്പട കള്ള സന്യാസി, പണി ഞാൻ വെച്ചിട്ടുണ്ട്. രണ്ടിന് ഞാൻ പണി വെച്ചിട്ടുണ്ട്. ഇതാണ് ലോകം. എത്ര മുഖങ്ങളോ ഒരാൾക്ക്. ആളുകളുടെ കപട സ്വഭാവം തിരിച്ചറിയുവാൻ പലപ്പോഴും സാധിക്കാറില്ല. അതാണ് ഈ കാലത്തെ ഏറ്റവും വലിയ അപകടം. പക്ഷെ ദൈവത്തെ ആർക്കും കബളിപ്പിക്കാനാവില്ല. ദൈവത്തോട് ചേർന്ന് നിന്നാൽ ആരും നമ്മളെ പറ്റിക്കില്ല. കൂട്ടുകാരെ, ഈ ലോകത്തിന്റെ ഓരോ പോക്കേ നമ്മുടെ പോക്ക് നമുക്ക് ശരിയാക്കാം. അതാണ് അതിന്റെ ശരി.